ഹായ്, ഹലോ, നമസ്കാരം. ഞാൻ ജിജി എബ്രഹാം, സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ്, ലിയ ബ്യൂട്ടി സ്റ്റുഡിയോ ആൻഡ് അക്കാഡമി, ചാലക്കുടി. സ്കിൻ കെയറിന്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കുന്നവരാണ് നമ്മൾ മലയാളികൾ. സ്കിൻ കെയറിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മാനിക്യൂർ എന്നുള്ളത്. മാനിക്യൂർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ കൈകൾക്കും നഖത്തിനും വേണ്ടി നമ്മൾ കൊടുക്കുന്ന സ്കിൻ കെയർ ട്രീറ്റ്മെന്റ് ആണ്. അപ്പൊ ഈ മാനിക്യൂർ എന്താണെന്ന് നോക്കാം. എന്തിനാണ് നമ്മൾ മാനിക്യൂർ ചെയ്യുന്നതെന്ന് ആദ്യമായിട്ട് നോക്കാം. നമ്മുടെ ഹാൻഡ് നെയിൽ ഫോർമേഷനെ പ്രിവെന്റ് ചെയ്യാനായിട്ടും നഖത്തിലുണ്ടാവുന്ന പൊട്ടല് അല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാവുന്ന ഇങ്ങനെ നഖം പൊളിഞ്ഞു പോകുന്ന അവസ്ഥ, കുഴിനഖം അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ തടയാനായിട്ട് നമുക്ക് ഈ മാനിക്യൂർ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നഖത്തിന്റെയും കൈകളുടെയും അപ്പിയറൻസിൽ മാറ്റം കൊണ്ടുവരാനായിട്ടും നല്ല രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ കൊണ്ടുവരാനായിട്ടും നമ്മളുടെ വ്രിങ്കിൾസ് പോലെയുള്ള പ്രോബ്ലംസിനെ ഒരു ആന്റി ഏജിങ് ട്രീറ്റ്മെന്റ് പോലെയൊക്കെ നമുക്ക് ഈ ട്രീറ്റ്മെന്റിനെ കാണാവുന്നതാണ്. മാനിക്യൂർ ഹെൽത്ത് കെയറിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതൊരു 6-7 സ്റ്റെപ്പിൽ കൂടെയാണ് കടന്നു പോകുന്നത്. നമുക്കിത് എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് മുമ്പുണ്ടായിരുന്ന നെയിൽ പോളിഷ് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. അസറ്റോണും കോട്ടണും ഉപയോഗിച്ച് നമുക്ക് മുമ്പുണ്ടായിരുന്ന നെയിൽസിൽ നമ്മളുടെ നെയിൽ പോളിഷ് ഫുള്ളായിട്ട് റിമൂവ് ചെയ്യാം. അതിനുശേഷം ക്ലയന്റിന്റെ ആവശ്യപ്രകാരം നമുക്ക് സ്ക്വയർ ആണെങ്കിൽ സ്ക്വയർ, അല്ല നിങ്ങളുടെ റൗണ്ട് എന്താണെന്ന് വെച്ചാൽ അവരുടെ ആവശ്യത്തിന് നമ്മൾ അവരുടെ നെയിൽ കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് ഫയൽ ചെയ്ത് റെഡിയാക്കുക എന്നുള്ളതാണ്. അതിനുശേഷം നമ്മളൊരു വാം വാട്ടറിൽ അവരുടെ കൈ ഒരു 10-15 മിനിറ്റ് നേരം നമ്മളുടെ കൈപ്പത്തി മുക്കി വെക്കും. അതിൽ നമ്മൾ കുറച്ച് സോൾട്ട് ഇടും. അതുപോലെ തന്നെ കുറച്ച് ലിക്വിഡ് ആയിട്ടുള്ള സോപ്പോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഷാമ്പു എന്തെങ്കിലും ഒന്നിട്ടിട്ട് നമ്മളത് കൈ കുറച്ച് നേരം സോക്ക് ചെയ്യാനായിട്ട് വെക്കും. ഈ സോക്ക് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ നഖത്തിനോട് ചേർന്ന് ധാരാളം ക്യൂട്ടിക്കൽ ഡെഡ് സെൽസ് എല്ലാം ഉണ്ടാവും. അതൊക്കെ ഒന്ന് മെൽറ്റ് ആവാനായിട്ടും സ്മൂത്ത് ആകാനും വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ക്യൂട്ടിക്കൽ റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ കൈ പുറത്തെടുത്തിട്ട് അല്പം ക്യൂട്ടിക്കൽ ക്രീമും കൂടെ നമ്മൾ അവിടേക്ക് അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്കത് ഒന്നും കൂടി ഈസിയാണ് അത് റിമൂവ് ചെയ്യാൻ. അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മുറിവൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പം നമുക്ക് ക്യൂട്ടിക്കൽ ക്രീം അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ഈ ക്യൂട്ടിക്കൽ ബാക്കിലേക്ക് ഇങ്ങനെ പുഷ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളത് കട്ട് ചെയ്ത് മാറ്റും. അങ്ങനെ വൃത്തിയാക്കിയ നെയിൽ കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയാണ്. അങ്ങനെ നല്ലൊരു ഫിനിഷിംഗ് ആണ്. നമ്മളതിൽ നെയിൽ പോളിഷ് ഒക്കെ ഇട്ടാൽ നല്ല വൃത്തിയായിട്ടിരിക്കും. നല്ലൊരു ഫിനിഷിംഗ് കിട്ടും. ഇത്രയൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ കയ്യിലേക്ക് അടയ്ക്കുകയാണ്. കയ്യിലെന്ന് പറഞ്ഞാൽ പിന്നെ എക്സ്ഫോളിയേഷൻ ആണ് വരുന്നത്. നല്ലൊരു സ്ക്രബ് ഉപയോഗിച്ചിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ സ്ക്രബ് നമുക്കിപ്പോൾ വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അല്പം ഒലിവ് ഓയിലും ഹണിയും പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് വീട്ടിലൊരു സ്ക്രബായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഒരു 5 മിനിറ്റ് വീതം സ്ക്രബ് ചെയ്തതിന് ശേഷം നമുക്കൊരു പാക്ക് ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഡെഡ് സെൽ എല്ലാം പോയി നല്ല നീറ്റായിട്ട് നമ്മുടെ സ്കിൻ കിട്ടുന്നതാണ്. അങ്ങനെ കിട്ടിയ സ്കിന്ന് നമ്മൾ നല്ല രീതിയിൽ മോയ്സ്ചറൈസർ ഒക്കെ ഉപയോഗിച്ച് സെറ്റ് ചെയ്ത് വെച്ചാൽ ഒരു നല്ല ഒരു കെയറിങ് ആയി. കൈകളുടെ കാര്യത്തിൽ നല്ലൊരു കെയറിങ് ആയി. അതിനുശേഷം നമ്മൾ നെയിൽ പോളിഷ് ഇടും. നെയിൽ പോളിഷ് ഒരു കോട്ട് ഇട്ടതിന് ശേഷം ഉണങ്ങിയിട്ട് രണ്ടാമത്തെ ഒരു കോട്ടിങ് കൂടെ ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം മാനിക്യൂർ എന്ന് പറയുന്ന പ്രൊസീജിയർ പൂർത്തിയാവും. പക്ഷെ കുറച്ച് ആഫ്റ്റർ കെയർ കാര്യങ്ങളും കൂടെ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഡ്രൈ സ്കിൻ ആണെങ്കിലോ ഏജ് മുന്നോട്ട് പോകുമ്പോഴൊക്കെ നമ്മുടെ ക്യൂട്ടിക്കിൾ പെട്ടെന്ന് ഡ്രൈ ആവുകയും കൈയിൻ്റെ ഒരു ഭംഗി നഷ്ടപ്പെടാനും ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡെയിലി ക്യൂട്ടിക്കിൾ ഓയിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നം ഒരു പരിധിവരെ പരിഹരിക്കാം. അപ്പോൾ ഡെയിലി ക്യൂട്ടിക്കിൾ ഓയിൽ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ ഒരു മോയ്സ്ചറൈസിങ് ക്രീം എപ്പോഴും നമ്മൾ കൈകളിൽ പുരട്ടാനും കയ്യിലും നഖത്തിലൊക്കെ പുരട്ടാനായിട്ടും കൂടെ ശ്രദ്ധിക്കണം. പിന്നെ ഒരു കാര്യമുള്ളത്, നമ്മൾ നഖം കടിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അത് നിർത്തണം. നഖം കടിച്ചു കഴിയുമ്പോൾ നമുക്ക് ഈ അറ്റമൊക്കെ ഇങ്ങനെ പൊളിഞ്ഞു പോരാനുള്ള സാധ്യതയുണ്ട്. ഇൻഫെക്ഷൻ ഉണ്ടാവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നഖം കടിക്കുന്ന സ്വഭാവം അത്ര നല്ലതല്ല. പിന്നെ ഉള്ളത്, നമ്മൾ നെയിൽ പോളിഷ് ഇടുമ്പോൾ പഴയ നെയിൽ പോളിഷ് പൂർണ്ണമായിട്ട് നീക്കം ചെയ്ത് ക്ലീൻ ആക്കി ഡ്രൈ ആയതിനു ശേഷം മാത്രമാണ് പുതിയ നെയിൽ പോളിഷ് ഇടാവുള്ളൂ. ഇത്രയും കാര്യങ്ങളും കൂടെ ആഫ്റ്റർ കെയർ ആയിട്ട് ശ്രദ്ധിക്കണം. ഇത്രയും ശ്രദ്ധിച്ചാൽ നമ്മളുടെ കൈകൾ നല്ല മനോഹരമാക്കി വയ്ക്കാനായിട്ടും നമ്മുടെ ഫേസ് നമ്മൾ ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ നമ്മുടെ കൈകളും നഖങ്ങളും നമുക്ക് സുരക്ഷിതമായിട്ട് ഭംഗിയായിട്ട് കൊണ്ടു നടക്കാനും സാധിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ലിയ ബ്യൂട്ടി സ്റ്റുഡിയോയുടെ അടുത്ത ഒരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ താൽക്കാലികമായി ഇവിടെ പറയുന്നു, നിങ്ങളുടെ സ്വന്തം ജിജി എബ്രഹാം. താങ്ക് യു.